ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പരിപ്പും ക്യാരറ്റും പൊട്ടാറ്റോയും എഗ്ഗും എല്ലാം വെച്ചിട്ട് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് റെഡിയാക്കുന്നത്. അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനെടുത്ത പുതിയ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതാദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പരിപ്പ് ഇപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 പൊട്ടാറ്റോ കട്ട് ചെയ്ത് വെച്ചത്, 1 ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചത്, 1 സവാള കട്ട് ചെയ്ത് വെച്ചത്, 1 തക്കാളി കട്ട് ചെയ്ത് വെച്ചത്, കുറച്ച് വേപ്പില, 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചത്, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ചേർക്കാൻ വിട്ടുപോയതാണ്, ഇപ്പോൾ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം 1 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും വരുത്തി നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ പരിപ്പും വെജിറ്റബിൾസും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലേക്ക് ഇനി അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ബോയിലായി വരുന്നവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എഗ്ഗും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എഗ്ഗ് ചേർക്കാതെയും കറി നല്ല ടേസ്റ്റാണ്. എഗ്ഗും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്, അതുകൊണ്ടാണ് എഗ്ഗും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്നും കൂടെ തിളച്ച് എഗ്ഗിൽ ഈ മസാല എല്ലാം ഒന്ന് പിടിച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് താളിച്ചെടുക്കാം. ഇപ്പോൾ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കണം. കറി താളിക്കാനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് അല്പം വേപ്പിലയും 2 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്